ഇന്നലെ ശിവരാത്രിയായിട്ട് മഞ്ഞൾ കളക്കുന്ന ദിവസമല്ലേ. ശിവൻ്റെ വിഷമം ഹരിക്കാൻ വേണ്ടി മഞ്ഞൾ ശേഖരിച്ച് വെക്കണം എന്നാണല്ലേ പഴമക്കാരുടെ വിശ്വാസം. ശിവരാത്രിക്ക് മഞ്ഞൾ കളിച്ച് പുഴുങ്ങണം എന്നാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾ കളിക്കുന്ന പരിപാടിയാണേ. ആരൊക്കെ മഞ്ഞൾ നട്ടു എന്നൊക്കെ പറയണേ, നടാറുണ്ടോ എന്നൊക്കെ. ഞങ്ങളെല്ലാ വർഷവും കുറച്ച് നടും. ഇപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ വിത്തൊക്കെ ഫ്രീ ആയി കൊടുക്കുന്നില്ലേ, അതൊക്കെ വാങ്ങി നടുവാണെങ്കിൽ ഒരു 2 തറ വൃത്തിയായിട്ട് നട്ടാൽ നമുക്ക് 1 വർഷത്തേക്കുള്ള മഞ്ഞൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി സ്ഥലമില്ലാത്തവരാണെങ്കിൽ കുറച്ച് പാക്കറ്റുകളിൽ മണ്ണ് നിറച്ചിട്ട് നട്ടാലും മതി, നല്ലോണം ഉണ്ടാവും. അധികം പരിചരണമൊന്നും വേണ്ട. നട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് പച്ചിലവളവും ചാണകമൊക്കെ വെച്ച് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുത്താൽ തന്നെ മഞ്ഞൾ നല്ലോണം ഉണ്ടാവും. നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടി ഉപയോഗിക്കാലോ. മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് അത്ര ഗുണകരമല്ല എന്നല്ലേ പറയുന്നത്, മായം കലർന്നതാണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തറയും കൂടി ഉണ്ട് കളക്കാൻ. എല്ലാം കൂടി ഇനി വൃത്തിയാക്കണം. ഈ വർഷം എന്നാൽ എല്ലാവരും കുറച്ചെങ്കിലും നടുക. അടുത്ത വർഷത്തേക്കുള്ള മഞ്ഞൾ ഇതുപോലെ ശേഖരിച്ച് വെക്കുക. നല്ല വെയിലത്താന്നേ കളക്കാൻ ഇറങ്ങിയത്. നല്ലോണം എല്ലാവരും ക്ഷീണിച്ചു. അതുകൊണ്ട് കുറച്ച് കളിച്ച് ശിവരാത്രിക്ക് വേണ്ടി കളിച്ച് വെക്കുന്ന പോലെ കുറച്ച് കളിച്ചിട്ട് ഇന്നത്തേക്ക് ഈ പരിപാടി മതിയാക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഞങ്ങൾക്കിതേ 1 വർഷത്തേക്കുള്ള മഞ്ഞളുണ്ടാവും. ഒരുപാടൊന്നും നടാറില്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണേ. പിന്നെ മക്കൾക്കൊക്കെ കുറച്ച് കൊടുത്തു വിടും. അത്രയേ ഉള്ളൂ. താങ്ക് യു.